ഓണപ്പരീക്ഷയിൽ തോറ്റുപോകുമെന്ന് നിങ്ങൾക്ക് പേടിയുണ്ടോ? തോറ്റുപോയില്ലെങ്കിലും നിങ്ങൾ ഉദ്ദേശിക്കുന്ന മാർക്കിലേക്ക് എത്താൻ സാധിക്കില്ല എന്നൊരു പേടി നിങ്ങളുടെ കമൻറ്റ് ബോക്സിൽ യെസ് സർ എന്ന് പറയുക. മക്കളെ, ഈ പേടിയുടെ ഏറ്റവും ഫസ്റ്റ് കാരണം നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് ഇനിയുള്ള ദിവസങ്ങളിൽ, വളരെ കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ എങ്കിലും ആ ദിവസങ്ങളിൽ എന്ത് പഠിക്കണം, എങ്ങനെ പഠിക്കണം എന്നുള്ള ഒരു പ്ലാൻ ഇല്ലാത്തതുകൊണ്ടാണ്. ആ പ്ലാൻ കൃത്യമായി നിങ്ങളൊന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ പേടിയൊക്കെ പമ്പ അടക്കുന്നു. മാത്രമല്ല, ആക്ച്വലി നിങ്ങൾ എക്സാമിൽ തോൽക്കുകയല്ല, ഒരു എ ഗ്രേഡ് A+ ലെവലിലേക്ക് ഈസി ആയിട്ട് എത്താൻ പറ്റും. ഇത് വെറുതെ അടിച്ചു വിടുന്നതല്ല. അതിനുള്ള സ്റ്റഡി പ്ലാൻ ഞാൻ പെട്ടെന്ന് തന്നെ നേരെ അങ്ങോട്ട് പറഞ്ഞുതരാൻ പോവാണ്. ശ്രദ്ധിച്ചിരുന്ന് കേട്ട് ഇത് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഈ സ്റ്റഡി പ്ലാൻ ഉപയോഗിച്ച് നിങ്ങൾ എന്തെങ്കിലും ചെയ്യണമെന്നല്ല പറയുന്നത്. ജസ്റ്റ് വന്ന് നമ്മുടെ ലൈവ് ക്ലാസ്സുകളിലും വീഡിയോസും ഒന്ന് കണ്ടാൽ മതി. ഓക്കെ, അതിനുള്ള പ്ലാനാണ് പറഞ്ഞു തരുന്നത്. അത് കണ്ടു കഴിഞ്ഞാൽ അത് അറ്റൻഡ് ചെയ്ത് പരീക്ഷയ്ക്ക് നിങ്ങൾ പോവുകയാണെങ്കിൽ മക്കളെ വേറെ ലെവലിലായിരിക്കും കാര്യങ്ങൾ നടക്കാൻ പോകുന്നത്. നിങ്ങൾ നോക്കിക്കോ. ഫസ്റ്റ് നിങ്ങൾക്ക് ഞാൻ ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മുടെ ചാനലിലെ ലൈവ് ക്ലാസ്സുകളിലെ പ്ലാനാണ് പറഞ്ഞുതരാൻ പോകുന്നത്. അത് എന്തുകൊണ്ട് നിങ്ങളിങ്ങനെ ഫോളോ ചെയ്യണം എന്നുള്ള കാര്യം നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലായിക്കോളും. ട്യൂസ്ഡേ, അതായത് ഈ വീഡിയോ നിങ്ങൾ ഇന്നാണ് കാണുന്നതെങ്കിൽ നാളെ ഹിന്ദിയുടെ കംപ്ലീറ്റ് റിവിഷൻ ലൈവ് ആയിരിക്കും ഉണ്ടാകുന്നത്. അപ്പം മൊത്തം ഹിന്ദിക്ക് പഠിക്കാനുള്ള കാര്യങ്ങൾ നമ്മൾ പഠിക്കും. അതിനുശേഷം മറ്റന്നാൾ ഹിന്ദി എക്സാമിൻ്റെ തലേന്ന് വെനസ്ഡേ ഹിന്ദി മാരത്തോൺ ആയിരിക്കും. അതിൽ ക്വസ്റ്റ്യൻ ഡിസ്കഷനൊക്കെ ചെയ്യുന്നതായിരിക്കും. ഈ 2 ഹിന്ദി ലൈവ് നിങ്ങൾക്ക് കിട്ടുന്നതോടെ ഹിന്ദി കാര്യം സെറ്റാണ്. നിങ്ങൾ ഒന്നും ഓർത്ത് പേടിക്കേണ്ട ആവശ്യമില്ല ഹിന്ദിയുടെ കാര്യത്തിൽ. അടുത്ത ലാംഗ്വേജ് മലയാളം നിങ്ങൾ പേടിക്കേണ്ട. അതിനൊറ്റ ദിവസം മതി പഠിക്കാൻ വേണ്ടിയിട്ട് 2 ലൈവുകൾ ഉണ്ടാവുന്നതായിരിക്കും. 5:30ക്കും 7:30ക്കും ആയിട്ട് അത് അറ്റൻഡ് ചെയ്യുക. പരിപാടി സെറ്റ്. പിന്നീട് വരാൻ പോകുന്നത് ഒരു ഫ്രൈഡേ വൈകുന്നേരവും സാറ്റർഡേയും സൺഡേയും ഒരു 3 സ്റ്റഡി ഹോളിഡേസ് പോലെയാണ്. ഫ്രൈഡേ ഫുള്ളില്ലെങ്കിലും വൈകുന്നേരം മുതൽ സ്റ്റഡി ഹോളിഡേ സ്റ്റാർട്ട് ചെയ്യും. ഈ ഒരു സമയത്ത് നിങ്ങൾ ഫുള്ള് റിലാക്സ് ചെയ്യുകയാണെങ്കിൽ മിസ്റ്റേക്കാണ്, പരീക്ഷ പൊട്ടാൻ നല്ല ചാൻസ് ഉണ്ട്. ഈ ഒരു സമയം നിങ്ങൾ തോന്നുന്ന പോലെ അല്ലേ, തൊട്ടടുത്ത എക്സാം മൺഡേ മാത്സ് ആണ്, അപ്പോൾ ഫുൾ മാത്സ് പഠിക്കാം എന്നുള്ള രീതിയിലാണെങ്കിലും നിങ്ങൾ പരീക്ഷയിൽ തോക്കാൻ ചാൻസ് ഉണ്ട്. കാരണം അതിനുശേഷം എന്തുണ്ട്, ഈ ബേസിക് സയൻസും സോഷ്യൽ സയൻസും വരുന്നുണ്ട്. അതിനവിടെ ഗ്യാപ്പൊന്നും ഇല്ല. മനസ്സിലേ? അപ്പോൾ അതും നമ്മൾ കുറച്ച് നേരത്തെ നോക്കി വെച്ചില്ലെങ്കിൽ മാത്സ് മാത്രം നല്ല മാർക്ക് കിട്ടും, ബാക്കിയുള്ള പരീക്ഷയ്ക്ക് മാർക്ക് കിട്ടാത്ത രീതിയിലാവും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഫ്രൈഡേ വൈകുന്നേരം നിങ്ങൾ എക്സാമൊക്കെ കഴിഞ്ഞ് വന്ന് റിലാക്സ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഒരു 7 മണിക്ക് നമ്മൾ ബേസിക് സയൻസിൻ്റെ കംപ്ലീറ്റ് റിവിഷൻ ലൈവ് വെച്ചിട്ടുണ്ട്. ബേസിക് സയൻസിൻ്റെ റിവിഷൻ അവിടെ സെറ്റാക്കും. പിന്നെ നമുക്ക് എന്തുണ്ടാവും, മാരത്തോൺ ഉണ്ടാവും, ഷുവർ ക്വസ്റ്റ്യൻ ലൈവ് ഉണ്ടാവും. ക്വസ്റ്റ്യൻസ് ലൈവ് നമ്മൾ എക്സാമിൻ്റെ തലേന്ന് ചെയ്യാം. പക്ഷേ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ബേസിക് സയൻസിൻ്റെ പഠിച്ചെടുക്കണം. അത് മറന്നു പോയിട്ടുണ്ടാവും നിങ്ങൾ. അപ്പോൾ നമ്മളതവിടെ പഠിച്ചെടുക്കും. തൊട്ടടുത്ത ദിവസം മാത്സിൻ്റെ റിവിഷൻ ഉണ്ടാവുന്നതായിരിക്കും. മാത്സിൻ്റെ ഷുവർ ക്വസ്റ്റ്യൻ എക്സാമിൻ്റെ തലേന്ന് ഉണ്ടാവുന്നതായിരിക്കും. ഇംഗ്ലീഷിന് പിന്നെ ഇംഗ്ലീഷിന് ഒരു ദിവസം മതി, ധാരാളമാണ്. നമുക്ക് ഇംഗ്ലീഷിൻ്റെ മാരത്തോൺ ലൈവ് ഉണ്ടാവും. ഈ രീതിയിലാണ് പഠിക്കുക. സാർ, അപ്പോൾ ഈ സോഷ്യൽ സയൻസിന് 2 കാര്യങ്ങളാണുള്ളത്. ഒന്ന് എക്സാമിൻ്റെ തലേന്നുള്ള ഷുവർ ക്വസ്റ്റ്യൻ ലൈവ്. അതുകൂടാതെ ഓൾറെഡി ഇന്നലെ കംപ്ലീറ്റ് സോഷ്യൽ സയൻസിൻ്റെ ഫുൾ റിവിഷൻ എടുത്തു വെച്ചിട്ടുണ്ട് നമ്മുടെ ടീം. അത് കാണാത്തവരുണ്ട്, അത് ഇപ്പം തന്നെ കണ്ടോ. കാരണം അതിനിടയിൽ വേറെ സമയമില്ല അല്ലേ. ഫ്രൈഡേ സാറ്റർഡേ സൺഡേ നമുക്ക് മാത്സ് പഠിക്കാനും ബേസിക് സയൻസ് പഠിക്കാനുള്ള സമയമുള്ളൂ. സോഷ്യലും കൂടെ പഠിക്കാനുള്ള സമയം അവിടെ ഉണ്ടാവില്ല. അതുകൊണ്ട് അത് നേരത്തെ നോക്കി വെക്കുക. നിങ്ങൾ ഇന്നലത്തെ ലൈവ് കാണാത്തവരാണ്, ഇന്ന് തന്നെ പോയി കണ്ടോ. നാളെ മുതൽ ഹിന്ദി പരിപാടികൾ ഈ ലൈവ് പ്രകാരം, ഈ പ്ലാൻ പ്രകാരം നിങ്ങൾ ഫോളോ ചെയ്യണം. ഒരു ബുദ്ധിമുട്ടും നിങ്ങൾക്ക് ഈ ഓണം എക്സാമിൽ ഉണ്ടാവില്ല. A ഗ്രേഡ് ലെവലിലായിരിക്കും നമ്മൾ വാങ്ങിച്ചെടുക്കാൻ പോകുന്നത്. ക്ലിയർ ആണല്ലോ മക്കളെ? പിന്നെ ഒരു ഇമ്പോർട്ടൻ്റ് അനൗൺസ്മെന്റ് ഉണ്ട്. നമ്മുടെ എക്സാമിനറിൻ്റെ 7ാം ക്ലാസ് ബാച്ചിൽ നിങ്ങൾക്കൊരു സ്പെഷ്യൽ ഓഫർ നമ്മൾ തരാൻ പോവാണ്. ഫ്രീഡം ഓഫറാണ്. ഈ ഫ്രീഡം ഓഫർ എന്ന് വരെ ഉണ്ടാവുക, ഓഗസ്റ്റ് 15 വരെ ഉണ്ടാവുള്ളൂ. ഫ്രീഡം ഓഫറിൻ്റെ കാലാവധിയിൽ ജോയിൻ ചെയ്യുന്ന എല്ലാ മക്കൾക്കും ഈ വർഷത്തെ ഫീസ് 4990 നമ്മൾ കട്ട് ചെയ്ത് 2000 rupees ആക്കിയിട്ടുണ്ട്. ഇനി അങ്ങോട്ട് എക്സാമിനറിൻ്റെ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ പോകുന്ന എല്ലാ മക്കളും ഈ ഒരു ഓഫർ ഫീസിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഓഗസ്റ്റ് 15 വരെ നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. സാർ, എന്തിനാണ് ഇപ്പോൾ ജോയിൻ ചെയ്യുന്നത്? ഓണം എക്സാമിന് ഇപ്പോൾ യൂട്യൂബ് ക്ലാസ് ഉപയോഗിച്ചാൽ മതിയില്ലേ? തീർച്ചയായും മതി. പക്ഷേ അതിനുശേഷം ക്രിസ്മസ് വരുന്നുണ്ട്. പബ്ലിക്കിൽ കംപ്ലീറ്റ് സിലബസ് ഉപയോഗിച്ചിട്ടാണ് വരാൻ പോകുന്നത്. ഓണത്തിനേക്കാളും ഡിഫിക്കൽട്ട് ആയിട്ടാണ് പരീക്ഷ വരാൻ പോകുന്നത്. അപ്പോൾ അവിടെ ഈ അവസാന നിമിഷമുള്ള തട്ടിക്കൂട്ടും നടക്കില്ല. 2-3 ചാപ്റ്റർ ഓണം എക്സാമിലുകൊണ്ടാണ് നടക്കുന്നത്. പബ്ലിക്കിൽ 7, 8, 10, 11 ചാപ്റ്ററും മാത്സിനൊക്കെ വരുമ്പോൾ അതൊന്നും നടക്കാൻ പോകുന്നില്ല. അപ്പോൾ പ്രോപ്പറായിട്ട് പഠിക്കണം. ഓണം എക്സാം കഴിഞ്ഞിട്ട് നന്നായിട്ട് ലൈവ് ക്ലാസ് ഒക്കെ ഉപയോഗിച്ച് പഠിക്കണമെങ്കിൽ, ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യൻസ് ഒക്കെ കവർ ചെയ്ത് പ്രോപ്പറായിട്ടുള്ള രീതിയിൽ നിങ്ങൾക്ക് റിലാക്സ്ഡ് ആയിട്ട് പഠിക്കണമെങ്കിൽ നമ്മുടെ ബാച്ച് യൂസ്ഫുൾ ആയിരിക്കും. നിങ്ങൾക്ക് എല്ലാ ചാപ്റ്ററിൻ്റെ ലൈവ് ക്ലാസ് കിട്ടുന്നതായിരിക്കും. എക്സ്ട്രാ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസിന് വേണ്ടിയിട്ടുള്ള റെക്കോർഡ് ക്ലാസ് ഉണ്ടാകുന്നതായിരിക്കും, PDF ക്ലാസ് നോട്ട്സ് ഉണ്ടാകുന്നതായിരിക്കും, വർക്ക്ഷീറ്റ്സ് ഉണ്ടാകുന്നതായിരിക്കും, എക്സാം ഉണ്ടാകുന്നതായിരിക്കും. യൂട്യൂബിൽ അതേ ടീച്ചേഴ്സ് ആയിരിക്കും നിങ്ങളെ വന്നിട്ട് ലൈവായിട്ട് ഡെയിലി പഠിപ്പിക്കാൻ പോകുന്നത്. അപ്പോൾ ഇത്രയും അടിപൊളി കാര്യങ്ങൾ ഒരു വർഷത്തേക്ക്
1,999 എന്ന് പറഞ്ഞ ഫീസിൽ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ബാച്ചിൽ ജോയിൻ ചെയ്യണം, എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക എന്ന് മാത്രമേ പറയാനുള്ളൂ. താഴെ നമ്പർ ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഈ നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എനിവേ, ഇനി പേടി എന്നുള്ള പരിപാടി മനസ്സിന് എടുത്ത് കളയാ, പ്ലാൻ ആണ് വേണ്ടത്. ഓക്കെ, അപ്പോൾ പേടി റോങ്, പ്ലാൻ ടിക്ക് അടിക്കുക. ആ രീതിയിൽ മുന്നോട്ട് പോവുക. എക്സാമിനറിന്റെ കംപ്ലീറ്റ് ഫാക്കൽറ്റി ടീമിനെ ട്രസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ മക്കളെ നിങ്ങൾ റിഗ്രറ്റ് ചെയ്യില്ല. ഓൾ ദി ബെസ്റ്റ്.